പിടിയിലായിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിൽ യാത്ര ചെയ്യവെയാണ് പിടിയിലായത്. MS അനീഷ് കുമാറിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതി ഉപയോഗിച്ച 2 വീലർ അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് എന്നതാണ് വിവരം. അഭിലാഷ്, പ്രതിയുടെ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കാലിക്കറ്റ് സർവകലാശാല പരിസരത്തു നിന്നും ഇയാളെ പിടിച്ചെടുത്തത്. തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയിലായിരുന്നു ഇയാൾ. നേരത്തെ വീട് പണിയൊക്കെ പാലക്കാട് നടക്കുന്നുണ്ട്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ ഇയാളുടെ ടവർ ലൊക്കേഷൻ ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ പരിസരത്ത് ലഭിക്കുകയും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മോഷണം നടത്തിയ 40 ലക്ഷം രൂപ ഇയാളിൽ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതെവിടെയാണ് എന്തടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ കൃത്യത്തിന് പിന്നിൽ എന്തെങ്കിലും ആസൂത്രണമുണ്ടോ എന്നതിനെ കുറിച്ചും കൃത്യമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഈ പന്തീരാങ്കാവിലെ ബാങ്ക് ജീവനക്കാരായ ഉദ്യോഗസ്ഥരെയും അവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു സംഭവം. മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്ന സ്വർണം കൂടുതൽ പണം നൽകിയ ശേഷം ഇസാഫ് ബാങ്കിൽ പണയം വെക്കാം എന്നറിയിച്ച് ഇയാൾ ബാങ്കിൽ എത്തുകയായിരുന്നു. തുടർന്ന് 40 ലക്ഷം രൂപയോളം ബാങ്കിൽ കരുതി അരവിന്ദ് എന്ന ബാങ്കിലെ ജീവനക്കാരൻ ഈ പണയിക്കുന്ന സ്ഥലം എന്ന ബാങ്കിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ അരവിന്ദിൽ നിന്നും പണം തട്ടിയെടുത്ത് ഇയാൾ കടന്നു കളഞ്ഞത് എന്ന മൊഴി നൽകിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് അടക്കം പങ്കുണ്ടോ എന്നതിനെ കുറിച്ച് വളരെ വിശദമായ പരിശോധന നടക്കുകയാണ്. ഇതുവരെയും പണം എവിടെ എന്നതിനെ കുറിച്ചൊരു കൃത്യമായ വിവരം ഷിബിൻലാൽ നൽകിയിട്ടില്ല. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്.